നമുക്ക് മെറ്റീരിയൽ സുഖമുണ്ട്, സ്പിരിച്വൽ സുഖമുണ്ട്. രണ്ടിനും സുഖം കിട്ടും. മെറ്റീരിയലും കിട്ടും, സ്പിരിച്വലും കിട്ടും. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. നമ്മൾ പണ്ട് ബസ്സിലൊക്കെ സഞ്ചരിക്കാറുണ്ടല്ലോ. ബസ്സിൽ ഒരു 3 മണിക്കൂറുള്ള യാത്രയാണ്. ഒരു ലിമിറ്റഡ് സ്റ്റോപ്പ് വണ്ടിയിൽ കയറിയെന്ന് നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടോ ജീവിതത്തിൽ എന്തെങ്കിലും? അതായത് നമ്മൾ കയറുമ്പോൾ നമ്മൾ വിചാരിക്കും സീറ്റ് ഉണ്ടെന്ന്, പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ നിൽക്കാൻ. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? എനിക്കുണ്ടായിട്ടുണ്ട്. സീറ്റ് ഉണ്ടെന്ന് പുറത്തൊക്കെ നോക്കി നമ്മൾ കയറും, പക്ഷെ കുറേ കഴിഞ്ഞാൽ നമ്മൾ റിയലൈസ് ചെയ്യും ഞാൻ മാത്രം നിൽക്കേണ്ടി വരും. അവസാനം നമ്മൾ ഡ്രൈവറെ വരെ നോക്കും സീറ്റിന് വേണ്ടി. അപ്പോൾ ഡ്രൈവർ കൊണ്ടുപോകാൻ അങ്ങനെ നമ്മളിങ്ങനെ നിൽക്കുന്നു, കുറേ നേരം നിൽക്കുന്നു, നിന്ന് പുറമൊക്കെ വേദനയാവുന്നു, ഇങ്ങനെ നിൽക്കുന്നു. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ നമ്മുടെ തൊട്ട് മുമ്പിലെ സീറ്റിലെ ഒരാൾ അവിടുന്ന് ഇറങ്ങിപ്പോയി. നമ്മൾ ആ സീറ്റിലേക്ക് ഇങ്ങനെ സ്വർഗം കണ്ടുപോലെ നോക്കും. കാരണം 3 മണിക്കൂർ യാത്രയുണ്ട്, 1 മണിക്കൂറായിട്ടുള്ളൂ, ഇനിയും 2 മണിക്കൂറുണ്ട്. അയാൾ ഇറങ്ങിപ്പോയി. എന്നിട്ട് ആ സീറ്റിൽ നമ്മൾ ഇരിക്കും, പുറമൊക്കെ ഇങ്ങനെ തട്ടിക്കും. ഇപ്പോൾ ഒരു സുഖം കിട്ടൂലേ? ആ സുഖത്തിൻ്റെ പേരാണ് എന്ത്? മെറ്റീരിയൽ. കഥ കഴിഞ്ഞിട്ടില്ല. ഒരാൾ ഇറങ്ങിപ്പോയില്ലേ, ആ സ്റ്റോപ്പിൽ നിന്ന് ഒരു സ്ത്രീ ഒരു കുട്ടിയെ എടുത്തിട്ട് നേരെ നമ്മുടെ മുമ്പിൽ വന്നിട്ട് നമ്മളെങ്ങനെ നോക്കും. അപ്പം നമ്മൾ അവരോട് എന്നെ നോക്കണേ. അവർക്ക് ഈ കഥയൊന്നും അറിയില്ല. നമ്മൾ ഇത്ര നേരം നിൽക്കായിരുന്നെന്ന് അവർക്കറിയില്ല. നമ്മൾ തൊട്ടടുത്തുള്ള ആളെയൊക്കെ നോക്കുമ്പോൾ അവർ അഗാധ ഗർത്തത്തിലേക്ക് ഉറക്കത്തിൻ്റെ ഇത്ര നേരം കപ്പലണ്ടി കുടിച്ചിരുന്ന മനുഷ്യനാണ്. അത് പോയി പ്രഗ്നൻ്റ് ആയ ആളുകൾക്ക് പുരുഷനാണോ സ്ത്രീയാണോ സീറ്റ് കൊടുക്കുക? പുരുഷന്മാരാ. സ്ത്രീകൾ പ്രഗ്നൻസി കണ്ട് ഗർഭമല്ല, എനിക്കുണ്ടായിരുന്നു 3 എണ്ണം. പക്ഷെ പുരുഷന്മാർക്ക് അത് ഭയങ്കര വേദനയാണ്. ഞാനൊരു പുരുഷ സ്ത്രീ വ്യത്യാസത്തിൻ്റെ ആളല്ല കേട്ടോ, അങ്ങനത്തെ ഒന്നുമല്ല, ജസ്റ്റ് ജോക്കിങ്. ഓക്കെ. അങ്ങനെ ഈ പിടിവലി സഹിക്കാൻ പറ്റാതെ നമ്മൾ എഴുന്നേറ്റ് ആ സ്ത്രീക്കും കുട്ടിക്കും സീറ്റ് കൊടുത്തു എന്ന് വിചാരിക്കുക. ഇപ്പൊ ഒരു സുഖം കിട്ടൂലേ? കിട്ടണമെങ്കിൽ കൊടുക്കണം. സുഖം കിട്ടൂലേ? പ്രിയപ്പെട്ടവരെ, ബസ്സിൽ നിന്ന് ഇറങ്ങിയാൽ ഈ സീറ്റിൽ നിന്നുള്ള സുഖം പോയി. അതാ ഡിറ്റാച്ച് ചെയ്തോടുകൂടി പോയി. പക്ഷേ ബസ് ഇറങ്ങി മുന്നോട്ട് നടക്കുമ്പോഴും ആ സീറ്റ് കൊടുക്കാൻ കാണിച്ച നമ്മുടെ ഒരു സുഖം ഉണ്ടല്ലോ, അതൊരു സ്പിരിച്വാലിറ്റിയാണ്. ആ സുഖമാണ് ഇന്ന് നിങ്ങൾ ഓരോരുത്തർ സംസാരിക്കുമ്പോൾ ഡോക്ടേഴ്സ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, പറ, എന്തുകൊണ്ട് മൈത്ര, എന്തുകൊണ്ട് ഡോക്ടേഴ്സ്? ഡോക്ടർ സമീർ അലി സാറ് ശരിക്കും ദൈവമായിരിക്കണേ. ഡോക്ടർ പറഞ്ഞല്ലോ, ഉപ്പേൻ്റെ മാതിരിയും ഉമ്മയുടെ മാതിരിയൊക്കെയാണ് എല്ലാവരെയും കാണുന്നത്. ശരിക്കും ഒരു 5 കൊല്ലം മുമ്പ് സാറേ ഒന്ന് ഇൻട്രൊഡ്യൂസ് നിങ്ങളെ കണ്ടില്ലല്ലോ. അതാണ് പഞ്ച് ഡയലോഗ്. സാറിനെ കണ്ടില്ലല്ലോ എന്ന് ഞാൻ വിചാരിക്കാം. കാരണം അറിയോ, അപ്പോഴേക്ക് സുഖമായി നടക്കാൻ നിത്യമന്ദസ്മിതം തൂങ്ങി നിൽക്കുന്ന ഡോക്ടറെ ഞാൻ കിട്ടില്ല. നിത്യമന്ദസ്മിതം. ഡോക്ടർ വൈഫിനോട് പറഞ്ഞു കേട്ട് പഠിക്കും. എൻ്റെ ഫാമിലിയിൽ 20 ആൾക്കാരുണ്ട്. ഞാൻ സാറിന് ഇവന്റ് വേണ്ടി പോവാന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു ഞങ്ങൾ എല്ലാവരുടെയും പ്രാർത്ഥന എപ്പോഴും സാറിന്റെ കൂടെ ഉണ്ടാവുന്ന പറഞ്ഞു. ഡോക്ടറെ കണ്ട പകുതി മാറുമെന്ന് പറഞ്ഞത് സത്യമാണ്. ഞാൻ അങ്ങനെ കണ്ടപ്പോൾ തന്നെ എൻ്റെ കാലിന് പകുതി രോഗം മാറി. ചിരി കണ്ടാൽ പോലെ നമ്മുടെ രോഗം മാറാൻ. എല്ലാവരും പറയുന്നത് സാറിന് ഡോക്ടറെ കണ്ടാൽ തന്നെ അസുഖം. ഈ സൗന്ദര്യവും ഇതും തമ്മിൽ വല്ല ബന്ധമുണ്ട്?